കേരളത്തിൽ ഇളക്കിമറിച്ച പ്രകമ്പനം കൊള്ളിച്ച പാതിവില തട്ടിപ്പിനെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പാതിവില തട്ടിപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ 5-ാം തീയതി ഫസ്റ്റ് FIR ഈ പറവൂർ സ്റ്റേഷനിൽ ഇട്ടിട്ട് നാളിതുവരെയായിട്ട് ഇന്നിപ്പോൾ 14 ദിവസം കഴിഞ്ഞ് നാളിതുവരെയായിട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പന്നന്മാരാണ്. രാഷ്ട്രീയപരമായിട്ടും ധനപരമായിട്ടും മറ്റുള്ള എല്ലാ രീതിയിലും ഉന്നതിയിൽ നിൽക്കുന്ന ഡോക്ടർ മധു, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ അരുൺ, അതുപോലെ സിജി മേരി എന്ന് പറയുന്ന ഒരു ലേഡി, അവർ തൃശ്ശൂർക്കാരിയാണ്. ഇവരെല്ലാവരും ഇപ്പോഴും മണിമാളികയിൽ AC റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇതിൽപ്പെട്ട ഇരകളെല്ലാവരും അവരുടെ കാഴ്ചപ്പാടിൽ അതായത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അവർ പറയുന്നത് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഈ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ആഭ്യന്തര വകുപ്പ് വളരെ പരാജയമാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവർക്കെല്ലാവർക്കും കൂട്ടുനിൽക്കുകയാണ്, സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയായിരുന്നു. അതായത് 100% പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ വെറും 50% മാത്രമാണ് പരാതികളായിട്ട് എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ആരും തന്നെ മുഖം പോലും കാണിക്കാതെ മറച്ചു നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു സംഭവം. ഇതിൽ പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിലേക്ക് 3400ഓളം വരുന്ന പൊതുജനങ്ങളുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 2000 താഴെ പേർ മാത്രമാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളൂ. 2000 താഴെ. ബാക്കിയുള്ള ആളുകളും ഈ പാതിവില തട്ടിപ്പിൽ ഇരയായിട്ടുള്ള എല്ലാ ആളുകളും ഇതിൽ വരണം, അവർക്കെതിരെ ശബ്ദിക്കണം. അവരെ മറ്റുള്ള രീതിയിൽ ഈ JSS ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പും ഇലക്ട്രോണിക് സാധനങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ അടുത്ത് തന്നെ തരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ വെറുതെയാണ്. അവരെ നിങ്ങൾ വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കലിലൂടെ സാധാ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സാധാരണക്കാർ ശരിക്കും ഒരു അടിവയറിലിട്ട് കിട്ടിയ ഒരു ചവിട്ട് പോലെയാണ് അല്ലേ? പൊതുജനത്തെ ഇവർ കഴുത പോലെ കണ്ടുകിട്ട് പൊതുജനത്തെ ഇവർ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെടാതെ എല്ലാവരും വന്ന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ എവിടെ നിന്നാണോ കോസ് ഓഫ് ആക്ഷൻ തുടങ്ങിയിരിക്കുന്നത്, അതായത് ഈ പാതിവില തട്ടിപ്പിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ആർജവം പൊതുജനം കാണിക്കണം. ശരിക്കും പരസ്പരം ഒരു ഐക്യത ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഈ ഒരു മൊത്തം ജനങ്ങളും വീണ്ടും തുറന്ന് കാണിക്കും. ആ ദിവസം വന്ന് ഒത്തിരി കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് വന്നവരാരും തന്നെ തിരികെ വന്നില്ല എന്നുള്ളതാണ്, പരാതിയുമായി വീണ്ടും വന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലേ? അല്ല, ഇതിൽ ഒരു ന്യൂനപക്ഷം ഒരു 10% ഈ പാതിവില തട്ടിപ്പിൽ ഇരയായവർ വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഇപ്പോഴും അവരെ വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് അതിൽ കരുതാൻ സാധിക്കും. തട്ടിപ്പ് നടത്തിയവർ വീണ്ടും അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തട്ടിപ്പിലേക്ക് വീണ്ടും ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയാനുള്ളത്. അതെ, വീണ്ടും അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചുകൊണ്ടാണ് ആ ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും ഇനി നിറവേറ്റി കൊടുക്കാനോ അവരുടെ പണം തിരിച്ചു കൊടുക്കാനോ ഈ വാഗ്ദാനം നൽകിയവർക്ക് പറ്റില്ല. നിയമപരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എല്ലാനും നടത്തിയതിന് ശേഷം അവർ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന അവരുടെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടി വസ്തുവകകളെല്ലാം കോടതി മുഖേന അറ്റാച്ച്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും സാധാരണക്കാർക്ക് ഉണ്ടായ ഈ ഒരു വലിയ തട്ടിപ്പ്
ഈ സാധാരണക്കാരെ ഒഴിവാക്കിയാൽ മറ്റുള്ള സാമ്പത്തിക ഉന്നതിയിലുള്ളവർ അവരാണോ ഈ വരാത്തത്, ഈ ഒരു പരാതിയുമായിട്ട് വീണ്ടും വരാതെയിരിക്കുന്നവരാണോ? പരാതിയുമായിട്ട് വരാതിരിക്കുന്ന ന്യൂനപക്ഷം എന്ന് പറഞ്ഞത് അത് ഇവർ കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കും വഴിയും മറ്റുള്ള വാട്സപ്പ് വഴിയും കുറേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നത്. രണ്ടാം വിഭാഗം എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലെ കുറച്ച് ഉന്നതരായിട്ടുള്ള കുറേ ആളുകളും പൈസ അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനം പോകണ്ടല്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവരും ഈ മുന്നോട്ട് വരാത്തത്. പക്ഷേ പിന്നീടൊക്കെ അവർ വരും എന്ന് ആണ് നമ്മൾ മുഖച്ഛായ ഒട്ടും സമൂഹത്തിന് തുറന്ന് കാണിക്കേണ്ട എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ഭൂരിപക്ഷം പേരും. അതായത് 100-ൽ 65% ജനങ്ങളും തൻ്റെ മുഖം കാണിക്കരുത്, താനിങ്ങനെ പറ്റിക്കപ്പെട്ടതാണ് എന്ന് തുറന്ന് കാണിക്കരുത് എന്ന മൈൻഡോട് കൂടിയാണ് ആദ്യ ദിവസങ്ങളിൽ മാസ്ക് ധരിച്ച് ഇവിടെ ഓരോരുത്തരും എത്തിയത്. ശരിയാണോ? അല്ല, ഇതിൽ കൂടുതലും 99 അല്ല 100% സ്ത്രീകളാണ് ഇതിലുൾപ്പെട്ടിരിക്കുന്നത്. ഇതിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാക്കുകൾ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവരുടെ ഫേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇവരെ കളിയാക്കും എന്നുള്ള ഒരു ചെറിയൊരു ഭയം അവർക്കുണ്ട്. പക്ഷെ അത് ഭയക്കാത്ത ആളുകളും ഉണ്ട്. കാരണം അവർ പലവരും പറഞ്ഞിട്ടുണ്ട്, ആരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പണം കടം വാങ്ങിയില്ല, ഞങ്ങളുടെ സ്വന്തം പണം മാത്രമാണ്. അപ്പം ഞങ്ങൾ ആരും കളിയാക്കാൻ പാടില്ല. അഥവാ ഞങ്ങൾ കളിയാക്കുന്നത് ഞങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നൽകുമെന്ന് പല സ്ത്രീകളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലവരും പറഞ്ഞിട്ടുണ്ട്, പലവരും കളിയാക്കുന്നുണ്ട്, അത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മുഖം മറയ്ക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഈ തട്ടിപ്പ് നടത്തിയവർക്ക് വീണ്ടും വീണ്ടും തട്ടിപ്പ് നടത്താനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അല്ലേ? അതെ, ഈ മുഖം മറക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു വീണ്ടും തട്ടിപ്പിന് സാധ്യതകൾ കൂടുതൽ വരുത്തുന്നുണ്ട്. അത് കൂടാതെ തന്നെ അവർ ഒരു സേഫ് സോണിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്.